റയൽ മാഡ്രിഡിൻ്റെ അപ്പുറത്ത് പ്രശ്നം കിലിയൻ എംബാപ്പെ അല്ല, ടീമിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റയലിൻ്റെ കോച്ച് എൻചെലോട്ടി തന്നെയാണ്. മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമാണ്. എംബാപ്പൻ്റെ മേത്ത് മാത്രം കയറിയിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഫാൻസ് കിലിയൻ എംബാപ്പൻ്റെ ജേഴ്സിയൊക്കെ കത്തിക്കുന്ന ഒരു ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു. എംബാപ്പയാണ് റയലിനെ ഈ താഴത്തേക്ക് കൊണ്ടുവരുന്നത്. നിർണായക മത്സരങ്ങളിൽ അല്ലെങ്കിൽ നല്ലൊരു ഒപ്പോണൻറ്റിനെ കിട്ടിയാൽ അവരുമായിട്ട് മത്സരിക്കുമ്പോൾ റയൽ നല്ല മാർജിനിൽ തോൽക്കുന്നുണ്ട്. ബാഴ്സയുമായിട്ടുള്ള മത്സരങ്ങൾ, ലിവർപൂളിനോട്ടുള്ള മത്സരങ്ങൾ, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ അതിന് കാരണമാണ്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് റയലിൻ്റെ ഭാഗത്തു നിന്ന്. എന്തോ ടീമിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മീൻസ് എന്തൊക്കെയൊരു അലട്ടൽ. നല്ല മികച്ച സ്കോഡുണ്ട്, പക്ഷേ ചില മത്സരങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സ്കോറ് വാങ്ങി തോൽക്കുകയാണ് എന്നുള്ളതാണ്. ചെറിയ തോൽവിയൊക്കെയാണെങ്കിൽ പിന്നെയും പോട്ടെ, 3-4 ഗോളിനൊക്കെ തോൽക്കുകയാണ്. വിനീഷ്യസ് ജൂനിയർ ഇല്ലാതെയാണ് ലിവർപൂളുമായിട്ട് അവർ കളത്തിലിറങ്ങിയത്. അതുപോട്ടെ, അതിനൊക്കെ മുന്നൊക്കെ ചില മത്സരങ്ങളൊക്കെ അവർ തോൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിലൊക്കെ നല്ല രീതിയിൽ മാർജിനിൽ ബാഴ്സലോട്ടൊക്കെ നല്ല മാർജിനിലൊക്കെ തോൽക്കുമ്പോഴാണ് ആരാധകർക്ക് ചൊടിപ്പ് കയറുന്നത്. കാരണം എംബാപ്പേൻ്റെ പിന്നാലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പോവുള്ളൂ. കാരണം അദ്ദേഹം പുതിയ മെമ്പറാണല്ലോ ടീമിൽ. ഇനി അത് മാത്രമല്ല, ഇതുവരെ ടീമിനോട്ട് ഒത്തിണങ്ങിയിട്ടില്ല, ടീമിൽ സെറ്റായിട്ടില്ല. അതൊക്കെ നമുക്കറിയാം. വിനീഷ്യസ് ജൂനിയറുമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ, അതായത് പൊസിഷൻ്റെ പ്രശ്നം, അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ വിനീഷ്യസ് കളിക്കുന്നുണ്ട്, അതൊരു പ്രശ്നമാണ് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് റയലിൽ അലട്ടുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഏതായാലും ഇപ്പോൾ എൻചെലോട്ടി പറഞ്ഞത് ഇപ്പോൾ അതാണ്. അദ്ദേഹം റയലിൽ പുതുക്കമാണ്, അദ്ദേഹം സെറ്റായി വരുന്നതുള്ളൂ. ഏതായാലും റയൽ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എംബാപ്പയുടേത് മാത്രമല്ല, ടീമിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ് എൻചെലോട്ടി പറഞ്ഞത്. ഏതായാലും കിലിയൻ എംബാപ്പെ ടീമിൽ എന്നാണ് ഇനി സെറ്റാവുക എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യണം. കാരണം ഒരുപാട് ഫാൻസ് ആൾറെഡി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. തൻ്റെ ടീമിൻ്റെ തുടർ തോൽവിക്കൊക്കെ കാരണം അദ്ദേഹമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജേഴ്സിയൊക്കെ കത്തിക്കലൊക്കെ കഴിഞ്ഞു എംബാപ്പൻ്റെ. ഏതായാലും ഒരുപാട് പ്രതീക്ഷയോടെ റയലിലെത്തിയ ആളാണ് നമ്മൾ എംബാപ്പെ. അദ്ദേഹത്തിൻ്റെ ഡ്രീം ക്ലബ്ബാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കളിക്കുന്ന കാലത്ത് അദ്ദേഹം റയലിൻ്റെ ഫാനാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം റൊണാൾഡോൻ്റെ ഫാനാണ് ആൾ. അതുപോലെ തന്നെ റയലിൽ എത്തണം എന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഓരോരോ ട്രാൻസ്ഫർ ന്യൂസുകളും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂസിൽ എംബാപ്പെ ടു റയൽ മാഡ്രിഡ്, എംബാപ്പെ ടു മാഡ്രിഡ് എന്നുള്ള ന്യൂസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളന്ന് കണ്ടിരുന്നു. അപ്പോൾ അവസാനം എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. അത് ക്ലച്ച് പൊടിച്ചിട്ടില്ല, എന്തോ ഒരു സംഭവം എന്നറിയില്ല. പൊസിഷൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കാം കാരണം. ഏതായാലും റയലും എംബാപ്പയൊക്കെ തിരിച്ചു വരുന്നതിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ എൻചെലോട്ടി പറഞ്ഞ മാതിരി ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ റയൽ മാഡ്രിഡ് ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് എൻചെലോട്ടി. ഈ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ റയൽ മാഡ്രിഡ് ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ റയൽ ഉണ്ടാകാൻ സാധ്യത കമ്മിയാണ്. അതുപോലെ തന്നെ മോഡ്രിച്ചും പറഞ്ഞിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രസ്താവന കഴിഞ്ഞ മത്സരത്തിന് ശേഷം മോഡ്രിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓരോക്കെ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കോച്ചും പ്ലേയേഴ്സും ഒക്കെ. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. കിലിയൻ എംബാപ്പയൊക്കെ ക്ലച്ച് പിടിച്ച് ഏത് മത്സരത്തിലാണ് അദ്ദേഹം മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും റയലാണ്, അത് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കണം. റയലാണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ ഏത് ടൂർണമെൻറ്റിലും അല്ലെങ്കിൽ ഏത് ലീഗ് മത്സരത്തിൽ ലീഗ് ട്രോഫി നഷ്ടപ്പെടുത്തിയാലും ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലുമൊക്കെ നേടാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതെ അവർ പോലില്ല.